അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിഷം കഴിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ വിഷം കഴിച്ച് മരിക്കുക, നമ്മൾ കുറച്ച് മുന്നേ നെരുമ്പ് മുറിച്ച് മരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരുപാട് അടിക്കടിയായി കേട്ടൊരു ന്യൂസാണ്. വിഷം കഴിച്ചു മരിച്ചു, നെരമ്പ് മുറിച്ചു മരിച്ചു എന്നൊക്കെ അല്ലേ. ഇപ്പം അങ്ങനെയൊന്നും കേൾക്കാറില്ല, അൽഹംദുലില്ലാ. അപ്പോൾ വിഷത്തിന് വ്യാഖ്യാനമുണ്ട്, വിഷം കഴിക്കുന്നതിന് വ്യാഖ്യാനമുണ്ട്. അതായത് വിഷം മാത്രമാണ് ഇങ്ങനെ സ്വപ്നം കാണുന്നതെങ്കിൽ അതിനൊരു വ്യാഖ്യാനമുണ്ട്. അങ്ങനെ വിഷം കഴിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടതെങ്കിൽ അതിന് വേറെയും വ്യാഖ്യാനമുണ്ട്. അപ്പോൾ അതിന് രൂപങ്ങളും ഭാവങ്ങളും അവസ്ഥകളും അവസരങ്ങളൊക്കെ മാറുമ്പോൾ, സ്ഥലങ്ങളൊക്കെ മാറുന്നതിനനുസരിച്ച് ഇതിന് വ്യാഖ്യാനം അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ ഒരു ഇത്. ഇതിനെക്കുറിച്ചൊരു കിതാബിൽ പറയുന്നുണ്ട്. അതായത് ദലീലുൽ ഖൈറാൻ തഫ്സീറുൽ അഹ്ലാം എന്ന് പറയുന്ന കിതാബിലൊക്കെ, ദലീലുൽ ഖൈറാത്ത് എന്ന് പറയുന്ന കിതാബിലും തഫ്സീറുൽ അഹ്ലാം എന്ന് പറയുന്ന കിതാബിലൊക്കെ എന്താകുന്നുണ്ട്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഉറക്കിൽ ഒരാൾ വിഷം സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം മുതൽ എന്നാണ്. മനസ്സിലായില്ലേ? മുതൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് മുതൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഹറാമായ മുതൽ പറഞ്ഞിട്ടുണ്ട്, ഹലാലായ മുതൽ പറഞ്ഞിട്ടുണ്ട്, ഹറാമാണോ ഹലാലാണോ തിരിച്ചറിയാത്ത മുതലിനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത് എന്താണ്? മുതൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹറാമാണോ ഹലാലാണോ എന്ന് പറഞ്ഞിട്ടില്ല വിഷം സ്വപ്നം കണ്ടാൽ. ഇനി വിഷം കുടിക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടതെങ്കിലോ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം? നമുക്ക് നോക്കാം. മനസ്സിലായില്ലേ? അതായത് വിഷം കഴിക്കുന്നത് ഒരാൾ സ്വപ്നം കാണുന്നത്, വിഷം കഴിച്ചിട്ട് വീർപ്പുണ്ടെങ്കിൽ, അതായത് വിഷം കഴിച്ചാലുണ്ടല്ലോ ഒരു കളറൊക്കെ മാറി, നമ്മുടെ ശരീരത്തിൻ്റെ കളറൊക്കെ മാറി, ശരീരം വീർത്ത്, അങ്ങനെയൊക്കെ ചില വിഷങ്ങൾ അത്രയും എഫക്റ്റുള്ള വിഷങ്ങളുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ വീർത്ത് പോകും അല്ലേ. അങ്ങനെ വീർപ്പുണ്ടെങ്കിൽ അവന് മുതൽ കൂടും എന്നാണ്. അതായത് കണ്ടാക്കുന്നുണ്ടാവും, മുതൽ കൂടും എന്നാണ്. അതായത് ഹറാമാണോ ഹലാലാണെന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് മുതൽ കൂടും എന്നാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.